അമ്പലപ്പറമ്പിൽ ബലൂൺ വിൽപ്പന നടത്തുന്ന ആളും കച്ചവടക്കാരനാണ്. നാട്ടും പുറത്തും വഴിയോരങ്ങളിലും തട്ടുകട നടത്തുന്ന ആളും കച്ചവടക്കാരനാണ്. പട്ടണ പ്രദേശങ്ങളിൽ ഷട്ടർ വാടകയ്ക്കെടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളും കച്ചവടക്കാരാണ്. ഈ കച്ചവടക്കാരാണോ ബിസിനസ്സുകാർ? ഈ ബിസിനസ്സുകാരാണോ കച്ചവടക്കാർ? സാധാരണഗതിയിൽ പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന രീതിയുണ്ട്. കച്ചവടം ചെയ്ത് കുറച്ച് കടം മാത്രമായി ശേഷിക്കുന്ന ഒരു കച്ചവട രീതി. ഈ കച്ചവട രീതിയിൽ നിന്ന് ഒരു മാറ്റം സാധ്യമാണോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽ സ്റ്റോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കച്ചവടത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിലെ ബിസിനസിന്റെ രീതി അല്ലെങ്കിൽ കച്ചവടത്തിന്റെ രീതി എന്ന് പറയുന്നത്, ആ ബിസിനസ് ആരംഭിച്ച ആള് തന്നെ രാവിലെ കൃത്യമായി കടയിൽ വന്ന് പൂട്ട് തുറന്ന് ഷട്ടർ തുറന്ന് ആ കച്ചവടം ആരംഭിക്കുന്ന ഒരു രീതി. പലപ്പോഴും പല ഇടങ്ങളിലും കച്ചവടക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരനായ ബിസിനസ് ഓണർ വന്ന് കട ഷട്ടർ തുറക്കുന്ന സമയത്തായിരിക്കും തൊഴിലാളികൾ വരിക. ചുരുക്കം ചില സ്ഥലങ്ങളിൽ തൊഴിലാളികൾ വന്ന് ഷട്ടർ തുറക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഇനി മുതലാളി ഒരിക്കൽ ഒരു ദിവസം വന്നില്ല എങ്കിൽ, സമയം വൈകിയെങ്കിലോ, ആ ഷട്ടർ തുറക്കാൻ, ആ കട തുറക്കാൻ, ആ ബിസിനസ് ആരംഭിക്കാൻ വൈകുമെന്നർത്ഥം. തൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ, ഒരു ബിസിനസ് ആരംഭിച്ച, ഒരു കച്ചവടം ആരംഭിച്ച ഒരു തൊഴിലുടമയെ സംബന്ധിച്ച് തൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ ആ കച്ചവടം അന്ന് നടത്താൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം. ഇതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ കഴിയുമോ? ബിസിനസ്സിനെ നമുക്ക് തൻ്റെ സാന്നിധ്യമില്ലെങ്കിലും തൻ്റെ അസാന്നിധ്യത്തിലും കച്ചവടം സുഗമമായി നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ്സിനെയല്ലേ നമുക്ക് ശരിയായ തരത്തിൽ ബിസിനസ് എന്ന് വിവക്ഷിക്കാൻ കഴിയൂ? അതല്ലേ അതിൻ്റെ ശരിയായ ഒരു സാധ്യത? എങ്ങനെ നമുക്ക് സാധാരണ കച്ചവടക്കാരിൽ നിന്ന് അത്തരം ഒരു സാധ്യതയിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയും? ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അത്തരം ഒരു കാര്യം തന്നെയാണ്. അതിന് 1, 2, 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്തരം ഒരു സാധ്യത നമുക്ക് തുറന്നെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിലേക്ക് പുരോഗമിക്കാൻ കഴിയും. അതിലൊന്ന് പ്രധാനമായും ഈ ഒരു കാലഘട്ടത്തിന് അനുസൃതമായ ഒരു ബിസിനസ്സാണോ താൻ ആരംഭിച്ചത് എന്നുള്ള ശരിയായ ഒരു പഠനത്തോടൊപ്പം ആ ബിസിനസ് ആരംഭിക്കുക. ഇനി പരമ്പരാഗതമായി തൻ്റെ മാതാപിതാക്കൾ അല്ലെ കാരണവന്മാരായിട്ട് നമുക്ക് കൈമാറി തന്നൊരു ബിസിനസ് ആണെങ്കിൽ, എന്നോ ഒരു കാലത്ത് ആരംഭിച്ച, ആ കാലഘട്ടത്തിൽ അനിവാര്യമായിരുന്ന പ്രോഡക്റ്റുകളും അതിൻ്റെ സർവീസും കൊണ്ട് ആരംഭിച്ച ബിസിനസ്സിൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുക. ഈ ഒരു കാലഘട്ടത്തിലെ മാറ്റങ്ങൾ, കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നമ്മളുടെ പ്രോഡക്റ്റിലും സർവീസിലും നമ്മൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി ആ ഒരു മാറ്റം നമ്മുടെ ബിസിനസ്സിൽ, പ്രോഡക്ട്സുകളിൽ നമ്മൾ എത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ഇതിനനുസൃതമായ അത്തരം ഒരു മാറ്റത്തോടു കൂടിയ തരത്തിലൊരു ബിസിനസ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുക. മറ്റൊന്ന്, തനിക്ക് എപ്പോഴും തൻ്റെ ഷോറൂമിൽ അല്ലെ ബിസിനസ് സ്ഥാപനത്തിൽ അവിടെ തന്നെ തുടർച്ചയായി നമുക്ക് സമയം വിനിയോഗിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതിനെന്താ? ഇന്നിപ്പോൾ അതിനൊക്കെ ലളിതമായ മാർഗങ്ങളുണ്ട്. എന്ത് മാർഗങ്ങൾ? നമുക്ക് ഇന്ന് CCTV പോലെയുള്ള ടെക്നോളജി, നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ കൈവശമുള്ള മൊബൈൽ എന്നുള്ള ഡിവൈസിൽ തൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളെയും നമുക്ക് നേരിൽ കാണാൻ, വിലയിരുത്താൻ, ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ഇന്ന് ടെക്നോളജി വളരെ അവൈലബിൾ ആണ്. അത്തരം ഒരു ടെക്നോളജി നമുക്ക് തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒരു കാര്യം. മറ്റൊന്ന്, ഇത്തരം ടെക്നോളജി ഉപയോഗിക്കാൻ നമ്മളത് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരം ടെക്നോളജി നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന, മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ സെലക്ട് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ഇന്നൊരു ബിസിനസ്സിൻ്റെ സാധ്യത നമ്മുടെ ഷോറൂമിൽ തന്നെ വന്നെത്തിയ ആളുകൾക്ക് ഒരു സാധനം വാങ്ങണം, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം, അതിൻ്റെ വില നിലവാരം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഓൺലൈൻ ബിസിനസിന്റെ സാധ്യത നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അത്തരം ഓൺലൈൻ സാധ്യത, എൻക്വയറികൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക, അത്തരം സാധ്യതയുള്ള ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. അങ്ങനെ ഒരു ഓർഡർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്നോളജിയിൽ വൈദഗ്ധ്യമുള്ള ആൾ നമ്മുടെ എംപ്ലോയി ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിനെ നമുക്ക് നഷ്ടപ്പെടുത്താതെ കൃത്യമായി നമുക്ക് നമ്മുടെ കച്ചവടമാക്കി മാറ്റാൻ കഴിയും, ബിസിനസ്സാക്കി മാറ്റാൻ കഴിയുന്നുണ്ടാവും. ഒപ്പം തൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ
തൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ തൻ്റെ ബിസിനസ്സിനെ തനിക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന സാധ്യതയുണ്ടെങ്കിൽ അതൊരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്കൊന്ന് വിലയിരുത്താം സ്വാഭാവികമായിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു മാറ്റം, അവിടെ കസ്റ്റമേഴ്സ് വന്നു, അവിടെ നടത്തുന്ന എൻക്വയറികൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും പ്രോഡക്റ്റുകൾ എൻക്വയറി ആയിട്ട് വന്നിട്ടുണ്ടോ, അത് നമ്മുടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടോ, ഇത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും എൻക്വയറി വന്ന പ്രോഡക്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സാധ്യത എത്രമാത്രം നമുക്ക് അത് ഫലപ്രദമായി നടത്തിയെടുക്കാൻ കഴിയുമെന്ന് ആ ബിസിനസ് ഓണേഴ്സ് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ ഈ ബിസിനസ് രംഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ബിസിനസ്സായിട്ട് ഉപയോഗിച്ചാലും സർവീസ് കൊടുത്താലും ശരി, നമുക്കറിയാം ടാറ്റ പോലുള്ള കമ്പനികൾക്ക് ഇരുമ്പ് ഉരുക്ക് ബിസിനസ് ഭീമന്മാരാണ് അവർ. അവർക്ക് നമ്മുടെ സാധാരണഗതിയിൽ ഒരു ഉപ്പ് അല്ലെങ്കിൽ ഒരു മുട്ടുസൂചി വിൽക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അങ്ങനെ അത്രമാത്രം ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പുയർത്തിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ബിസിനസിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഒരു സങ്കോചമില്ലാതെ നടത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് കൂടുതൽ ആദായം ലഭിക്കുന്ന തരത്തിലേക്കുള്ള, ആ നാടിനിണങ്ങുന്ന തരത്തിലേക്കുള്ള, അവിടെ ഒരു മാർക്കറ്റ് സാധ്യത കൂടുതലുള്ള പ്രോഡക്റ്റുകളെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചുകൂടാ? വിൽപ്പന സാധ്യത നമുക്ക് പരിഗണിച്ചുകൂടാ? അത്തരം ബിസിനസിന്റെ ഒരു സാധ്യത കൂടി നമ്മൾ പതിയെ പതിയെ ചുവട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾക്ക് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ ഒരു ബിസിനസ് ഓളിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിലുള്ള നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്തായാലും നമുക്ക് മീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് കട തുറന്നാലും ശരി, അത് അടച്ചാലും ശരി, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ചാർജ് ആവാം, വാട്ടർ ചാർജ് ആവാം, റെന്റ് ആവാം, അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ആവാം, അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് ഒട്ടും കുറയ്ക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അത് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ബിസിനസിന്റെ വോളിയം, നമ്മുടെ സമയത്തിന്റെ അളവിനെ ദീർഘിപ്പിക്കാതെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടുതൽ പ്രോഡക്റ്റുകൾ എത്തിച്ചുകൊണ്ട്, ഡിമാൻഡിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് എത്തിച്ചുകൊണ്ട്, ഓൺലൈൻ സാധ്യത കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഒരു ബിസിനസ്സാക്കി, കച്ചവടം എന്നുള്ള നിലയിൽ നിന്ന്, കച്ചവടത്തിന്റെ പരമ്പരാഗതമായി ആളുകൾ പറഞ്ഞു പോകുന്ന രീതി ഉണ്ടല്ലോ, എന്ത് ആ ഒരു പേരുദോഷം, കച്ചവടം ചെയ്ത് നായര് പിടിച്ച പുലിവാല് പോലെ കച്ചവടം എല്ലാം കുറച്ച് അവസാനം കച്ചവടം കുറഞ്ഞ് കുറച്ച് കടം മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ളൊരു പേരുദോഷം, ആ പേരുദോഷം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പ്രൗഡാകാൻ കഴിയും. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ, ഒരു സ്റ്റാറ്റസിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഒന്നുകൂടി എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ആ തരത്തിലേക്ക് ഒരു ബിസിനസ്സിനെ മോഡിഫൈ ചെയ്തുകൊണ്ട്, കറക്റ്റ് ചെയ്തുകൊണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മേക്ക് ചെയ്യാൻ ആളുകൾക്ക് കഴിയട്ടെ. മാറ്റത്തിനനുസരിച്ചുള്ള ആ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരനായി മാറുക, വിവേകശാലിയായ ഒരു കച്ചവടക്കാരനായി മാറിക്കൊണ്ട്, ഏറ്റവും ലാഭകരമായി ബിസിനസ് നടത്തുന്ന ഒരു ബിസിനസ് ഓണറായി മാറിക്കൊണ്ട് നല്ലൊരു ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ കഴിയട്ടെ. ആശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.